എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ പൊട്ടനാ. എന്തത് ആനൂട്ടോ? ലക്ഷ്മിന്റെ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരിക്ക്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരാടിരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം, കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്, മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താടോ പോരെ? മോനെ ആദി, അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനനിച്ചന്റെ പാത്രത്തിൽ 8 മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തടാ. പറ്റി പറയുമ്പോ അപ്പനെന്തിനാ ഇവന്റെ അടുത്ത് ചൂടാവണേ? വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ് വിശ്വസിക്കാം. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മേ. മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്? 2 3 ആണോ? 8 മുട്ട. മോനെ, നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദി പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല, വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. അയ്യോ മോനെ ആദി, പീതാംബര, നീ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാലോ? എനിക്ക് ലക്ഷ്മിയമ്മ അടുത്തേക്ക് പോവാം. കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ? ഇനിയിപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്ത് പറയാൻ? 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. ഇനി ഇച്ചിരി പാട്ട് കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള പലതരം. അയ്യോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല, ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യം. എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിന്റെ അടുത്തോടെ ആരോ ഓടി പോകുന്നുണ്ടോ? എവിടെ? അവിടെ ആരും ഉണ്ടാവില്ല.
തോന്നിയതായിരിക്കും. പേടിപ്പെണ്ണ്. നടക്കങ്ങോട്ട്. ചേച്ചി അത് കഴിഞ്ഞാ കിടന്നോളൂ കേട്ടോ. നടക്ക് നടക്കാൻ പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന്. അങ്ങോട്ട് കുളിച്ചേ പറയട്ടെ. കുളിക്കണ്ടതാ ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ വർമ്മ സാറ് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് തിന്നടി കൊണ്ടാണ് ഞാൻ. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടുക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ. ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ. ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടിൽ ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന്. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. പെൺപിള്ളേര് കുളിക്കുന്നത് അതിന് പുറത്ത് തരണം. ഇന്നത്തോടെ നിർത്തി തരണം നിന്റെ മൊബൈൽ ഗെയിം. കുളിക്കുമ്പോ ഞാൻ അറിയാത്ത മൊബൈൽ ഫോണില് ക്യാമറയിൽ എന്നെ വിട. ഞാൻ ഒന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കിടന്നപ്പോ നീ ആരെ കാണാൻ അങ്ങോട്ട് പോയത്? അത് പിന്നെ മോളെ, മാഡം, ഈ സാറല്ല, അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആന്റണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്. സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ല് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. പാവം. അതി, അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര, സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞുകൂടാത്തോല. ആ കുളിസി
അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു അടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണിത്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരമറിയും. വിവരം നിന്നെ പോവല്ല പറഞ്ഞ മനുഷ്യനോട് നിൽക്കുമ്പോ ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതിയടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ.